ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾ ആക്ച്വലി ഉറങ്ങാറുണ്ടോ എന്നുള്ളതാണ്. എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് മീനുകൾക്ക് സ്ലീപ്പ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി ഉണ്ടോ എന്നുള്ളത്. മീനുകൾക്ക് ഐലിഡ്സ് അല്ലെങ്കിൽ കൺപോളകൾ ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. മനുഷ്യന്മാർക്കാണെങ്കിൽ കൺപോളകൾ ഉണ്ട്, നമുക്ക് അടയ്ക്കാനും തുറക്കാനും പറ്റും. മൃഗങ്ങൾക്കും പക്ഷികൾക്കൊക്കെ ഈ ഒരു എബിലിറ്റി ഉണ്ട്. എന്നാൽ മീനുകൾക്ക് അതില്ല, ഫുൾ ടൈം അതിങ്ങനെ തുറന്നാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ണടച്ച് ഉറങ്ങുന്ന പോലെ ഇവർ ഉറങ്ങാറില്ല. പക്ഷേ ഇവർ തീർച്ചയായിട്ടും ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകാറുണ്ട്. റെസ്റ്റിംഗ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നമ്മുടെ ബോഡി ഉറങ്ങുന്ന സമയത്ത് ഷട്ട് ഡൗൺ ആവുന്ന പോലെ തന്നെയാണ്. ഉദാഹരണത്തിന് നമ്മുടെ ആലിഗേറ്റർകാരൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, മുകളിൽ വന്ന് ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ ഡെഡ് ആയ പോലെ നിൽക്കുന്ന കാണാം. പെട്ടെന്ന് നമ്മൾ വന്നാലൊന്നും അവർ അനങ്ങില്ല, കാരണം ആ സമയത്ത് അവർ അത്ര കോൺഷ്യസ് അല്ല. പെട്ടെന്ന് എന്തെങ്കിലും സൗണ്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെട്ടി അവർ താഴേക്ക് പോകുന്നത് കാണാം. ഓരോ മീനുകൾക്കും ഓരോ രീതിയാണ്. ഇപ്പോൾ ആലിഗേറ്റർകാരൊക്കെ ആണെങ്കിൽ ഡേ ടൈമിൽ തന്നെ നമുക്കിത് കാണാനായിട്ട് പറ്റും. എന്നാൽ മറ്റ് മീനുകളാണെന്നുണ്ടെങ്കിൽ ഇത് രാത്രിയായിരിക്കും കുറേ സ്പീഷീസൊക്കെ ചെയ്യുന്നത്. എല്ലാ മീനുകളും ഒരു ദിവസത്തിൽ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഈ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകാറുണ്ട്. കുറേ മീനുകൾ ഇത് സ്വാഭാവികമായിട്ടും ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ്. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡേ ആൻഡ് നൈറ്റ് എന്ന് പറയുന്ന സംഭവം നമ്മൾ തീർച്ചയായിട്ടും അത് അക്വേറിയങ്ങളിലാണെങ്കിലും ഔട്ട്ഡോർ ടാങ്കുകളിൽ പിന്നെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. പുറത്തായതുകൊണ്ട് ഡേ ആൻഡ് നൈറ്റ് നാച്ചുറലായിട്ട് നടക്കും. ഇൻഡോർ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അക്വേറിയങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ലൈറ്റ് ഓൺ ഓഫ് നമ്മൾ ഒന്നുകിൽ മാനുവലായിട്ട് ചെയ്യുക, അല്ലെങ്കിൽ ടൈമർ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കലി സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഒരിക്കലും ഫുൾ ടൈം അക്വേറിയത്തിലെ ലൈറ്റ് ഓൺ ചെയ്ത് ഇടാനായിട്ട് പാടുള്ളതല്ല. ശരിക്ക് അത് കൃത്യമായിട്ട് തന്നെ 12 hour ഡേ 12 hour നൈറ്റ് എന്നുള്ള രീതി തന്നെയാണ് അക്വേറിയങ്ങളിലും ഫോളോ ചെയ്യേണ്ടത്. ഇതിൽ മീനുകൾ ആക്റ്റീവായിട്ടിരിക്കുന്ന സമയം എന്ന് പറയുന്നത് ഡേ ടൈം തന്നെയാണ്. നൈറ്റ് ടൈമാണ് ഇവർ റെസ്റ്റ് എടുക്കുന്നത്. ഇതിലെ വ്യത്യാസം വരുന്നത് നൊക്ടേണൽ കാറ്റഗറിയിൽ പെട്ട മീനുകൾക്കാണ്. നൊക്ടേണൽ എന്ന് പറഞ്ഞാൽ രാത്രി ആക്റ്റീവായിട്ടുള്ള മീനുകളെയാണ് ഈ ഒരു നൊക്ടേണൽ കാറ്റഗറിയിൽ പെടുത്തിയിട്ടുള്ളത്. ഉദാഹരണത്തിന് നമ്മുടെ സക്കർ കാറ്റ് ഫിഷുകൾ, കൂലി ലോച്ചുകൾ, പിന്നെ വേറെയും കുറേ കാറ്റ് ഫിഷ് ഫാമിലിയിലോട്ട് മീനുകളുണ്ട്. അപ്പോൾ ഈ മീനുകളെല്ലാം രാത്രി ആക്റ്റീവായിട്ടുള്ള മീനുകളാണ്. രാത്രിയാണ് ഇവർ ഇര തേടുന്നതെല്ലാം. അപ്പോൾ ഈ മീനുകൾ, അപ്പോൾ ഇവർക്കാണ് സൈക്കിളിൽ ചെറിയ വ്യത്യാസം വരുന്നത്. അതായത് രാത്രിയായിരിക്കും ഇവർ ആക്റ്റീവായിട്ടിരിക്കുന്നത്, ഡേ ടൈമിൽ ഇവർ ആക്റ്റീവായിരിക്കില്ല. ഇവർ കൂടുതലും ഹൈഡിങ് സ്പോട്ടിനകത്തും നാച്ചുറലായിട്ടുള്ള ഹാബിറ്റേറ്റുകളിലാണെങ്കിൽ ഇവർ മാളങ്ങളിലും പൊത്തുകളിലൊക്കെ പോയിട്ട് ഒളിച്ചിരുന്ന് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് ഡേ ടൈമിൽ. ഇങ്ങനെ മീനുകൾ റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് അവർ കാണിക്കുന്ന സയൻസ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അലിഗേറ്റർകാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അവരൊരു മൂലയിലെന്നല്ല, ഏതെങ്കിലും ഒരു ടാങ്കിൻ്റെ ഏതെങ്കിലും ഒരു സൈഡിൽ അവർ സ്റ്റില്ലായിട്ട് മുകളിൽ വന്നിട്ട് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന കാണാം. അവരൊന്നും അനക്കില്ല, അവരുടെ ഫിൻസോ ഒരു മൂവ്മെൻറ്റും ഉണ്ടായിരിക്കില്ല. ജസ്റ്റ് ഇങ്ങനെ ഡെഡായ പോലെ മുകളിൽ ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കും. നമ്മൾ വന്നിട്ട് അനങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണ്. എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് അവർ ഇളകിയിട്ട്, അതായത് ഞെട്ടി എഴുന്നേറ്റിട്ട് സൈഡിലേക്ക് മാറിപ്പോകുന്ന പോലെ തന്നെ നമുക്ക് കൃത്യമായിട്ടത് കാണാനായിട്ട് പറ്റും. എന്നാൽ മറ്റ് മീനുകൾക്കാണെന്നുണ്ടെങ്കിൽ അവർ പൊതുവേ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതലും വെള്ളത്തിൻ്റെ അടിഭാഗത്ത് വന്ന് അവർ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർ സ്ട്രെയിറ്റ് നിൽക്കുമ്പോൾ അവരുടെ ബോഡി സൈഡിലേക്ക് ചെരിയാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സൈഡിലുള്ള പെക്ടോറൽ ഫിൻസ് ചെറിയ രീതിയിൽ അവർ മൂവ് ചെയ്യും, ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട്. എന്നിട്ട് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർ ഇത്തരത്തിലുള്ള ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിലായതുകൊണ്ട് തന്നെ വെള്ളത്തിലുള്ള എയറേഷൻ, ഫിൽട്രേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഫൗണ്ടൻ പോലെയൊക്കെ എന്തെങ്കിലും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം സംഭവങ്ങളോടൊന്നും അവർ റെസ്പോണ്ട് ചെയ്യാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ നമുക്കറിയാം ഇത്തരത്തിലുള്ള വാട്ടർ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവും, മീനുകൾ ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. അവർ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്ത് നിൽക്കുന്ന കാണാം. ഇത്തരത്തിലുള്ള റെസ്റ്റിംഗ് സ്റ്റേറ്റിലാണെന്നുണ്ടെങ്കിൽ ഇവരേതെങ്കിലും ഒരു കോർണറിൽ പോയിട്ട് ഇതുപോലെ സ്റ്റില്ലായിട്ട് അനങ്ങാതെ നിൽക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിൻസ്, രണ്ട് സൈഡിലുള്ള പെക്ടോറൽ ഫിൻസ് അവർ ചെറിയ രീതിയിൽ അനക്കി അവർ ബാലൻസ് ചെയ്ത് സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മെജോറിറ്റി മീനുകളും ഈ ഒരു സംഭവം ചെയ്യുന്നത് നൈറ്റ് ടൈമിലാണ്. നൈറ്റ് ടൈമിലായതുകൊണ്ട് തന്നെ നമുക്ക് ഇത് വിറ്റ്നസ് ചെയ്യാനൊന്നും സാധിക്കില്ല. അപ്പോൾ ഇത് തന്നെ ഞാൻ കൂടുതലും റിസർച്ച് ചെയ്തിട്ടാണ് ഇത് മനസ്സിലാക്കിയത്. അല്ലാതെ ഞാൻ ഒരിക്കലും ഇത് നേരിട്ട് കണ്ടിട്ടില്ല. ആലിഗേറ്റർകാരനെ മാത്രമാണ് ഞാൻ നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത്, മീനുകൾ ഇങ്ങനെ ഒരു റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകുന്നത്. എല്ലാ മീനുകളും ഡെയിലി ഇത്തരത്തിലുള്ളൊരു റെസ്റ്റിംഗ് സ്റ്റേറ്റായി പോകുന്നുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇത് അവരുടെ ഹെൽത്തിന് മസ്റ്റാണെന്ന് പറയുന്നുണ്ട്. കാരണം ഡേ ടൈമിൽ ഇവർ ഫുള്ളി ആക്റ്റീവ് ആയിരിക്കും. എന്നിട്ട് ബോഡി റിക്കവർ ചെയ്യാനായിട്ടാണ് ഈ ഒരു നൈറ്റ് ടൈം പൊതുവേ യൂസ് ചെയ്യുന്നത്. ഒരുമാതിരിപ്പെട്ട എല്ലാ ജീവജാലങ്ങൾക്കും ഈ പറഞ്ഞ കാര്യം അപ്ലിക്കബിൾ ആണ്. അതായത് രാവിലെ ഫുള്ളി ആക്റ്റീവായിട്ട് നൈറ്റ് ടൈം റെസ്റ്റിംഗ് ടൈമാണ്, ബോഡി റിക്കവർ ആവാനായിട്ടാണ് നൈറ്റ് ടൈം യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾ മീനുകളുടെ കാര്യം എടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മീനുകൾ ഉറങ്ങുമോ എന്നുള്ള കാര്യം പല ആൾക്കാർക്കും അറിയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിൽ സംശയം വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ ജീവജാലങ്ങളുടെ പോലെയും ഇവർക്കും ആ ഒരു ഡേ ആൻഡ് നൈറ്റ് സൈക്കിൾ അപ്ലിക്കബിൾ ആണ്. രാവിലെ ഇവർ ആക്റ്റീവാണ്, അപ്പോൾ നൈറ്റ് ടൈമിലാണ് ഇവർ റെസ്റ്റ് എടുക്കുന്നത്. ഇവരുടെ ബോഡി റിക്കവർ ആവുന്നതൊക്കെ ആ ഒരു സമയത്ത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവർ റെസ്റ്റിംഗ് സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. മറ്റ് ജീവജാലങ്ങളെ പോലെ അല്ലെങ്കിൽ മനുഷ്യരെ പോലെ ഐലിഡ് ക്ലോസ് ചെയ്ത് ഇവർ ഉറങ്ങുന്നില്ല. അവരുടെ കണ്ണുകൾ ഓപ്പൺ ആണ് എങ്കിൽ പോലും ഇവരൊരു അൺകോൺഷ്യസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു റെസ്റ്റ്ഫുൾ സ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട് തീർച്ചയായിട്ടും.
നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ഒരുമാതിരിപ്പെട്ട മീനുകളെല്ലാം ഇത് നൈറ്റ് ടൈമിലാണ് റെസ്റ്റ് എടുക്കുന്നത്. അതേസമയം നൊക്ടേണൽ ആയിട്ടുള്ള മീനുകളാണെന്നുണ്ടെങ്കിൽ ഡേ ടൈമിലാണ് അവർ റെസ്റ്റ് എടുക്കുന്നത്. മീനുകൾക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുവർ വാട്ടർ ക്വാളിറ്റി, അതായത് വാട്ടർ ക്വാളിറ്റി വളരെ മോശമാണെന്നുണ്ടെങ്കിൽ ഇവർ സ്ട്രെസ്സിലായിരിക്കും. അതുകൊണ്ട് ഇവർക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാനൊന്നും സാധിക്കില്ല. പിന്നെ അഗ്രസീവ് ആയിട്ടുള്ള ടാങ്ക് മെയ്സ്, കൂടെയുള്ള മീനുകൾ അഗ്രസീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാലും മീനുകൾക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റോ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. അതുപോലെ ഓവർ ക്രൗഡഡ് ആയിട്ട് എണ്ണത്തിൽ കൂടുതലൊക്കെ നമ്മൾ ചെറിയ സ്പേസിൽ ഇട്ട് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം വരും. അതുപോലെ ഫിഷ് ടാങ്കുകളിലൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെടികൾ, ഹൈഡിങ് സ്പോട്ടുകൾ, PVC പൈപ്പ് പോലുള്ള സംഭവങ്ങളൊക്കെ ഹൈഡിങ് സ്പോട്ടുകളായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ടാങ്കിൻ്റെ സ്പേസിനനുസരിച്ച് മാത്രം മീനുകളെ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് മീനുകളുടെ എണ്ണത്തിൽ നമ്മൾ ശ്രദ്ധിക്കുക. ഈ ഒരു സാഹചര്യത്തിൽ മീനുകൾക്ക് പ്രോപ്പറായിട്ട് റെസ്റ്റ് എടുക്കാനും അതുപോലെ തന്നെ ഇവർ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കും. നമുക്കും ഡൗട്ട് ഉണ്ടായിരുന്നൊരു സംഭവമാണ് മറ്റ് ജീവജാലങ്ങളെ പോലെ മീനുകളും ഉറങ്ങുമോ എന്നുള്ളത്. അപ്പോൾ നമ്മളൊന്ന് റിസർച്ച് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ നിങ്ങളെയും കൂടി അറിയിക്കാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. നമ്മൾ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും.